Hồi phi, hồi phi, hồi phi. ഹേയ്, എൻ്റെ ഇന്നത്തെ ഒരു ദിവസം കണ്ടാലോ? ദാറ്റ് മീൻസ് എ ഡേ ഇൻ മൈ ലൈഫ്. രാവിലെ എണീച്ച് വന്നപ്പോൾ തന്നെ ഉമ്മച്ചി നല്ല പത്തിരി ചുടലുണ്ടായിട്ടാ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ല ചിക്കൻ കറി ഉണ്ടായി. ഞാൻ പല്ലേച്ച് വന്ന് വേഗം പത്തിരിയും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ടാ. പിന്നെ ഒരു ഉച്ചയ്ക്ക് ആയപ്പോൾ ഞങ്ങൾ ഉമ്മച്ചിൻ്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ട്ടോ ഇത്. ഒന്ന് ചുരുണ്ടുകൂടി ഉറങ്ങണം. നേരിവായേ. ഓ പായേ, നിന്നോട് ചുരുണ്ടുകൂടാനല്ലോ പറഞ്ഞത്. എനിക്കിവിടെ ചുരുണ്ടുകൂടി ഉറങ്ങണോന്ന്. നേരെ കെടുക്കടി കള്ളി. പാടത്ത് പോവാന്ന് പറഞ്ഞപ്പോ ഒരുങ്ങണ കോലം ഉണ്ടായി കാണണേ. മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ആരാ മേക്കപ്പ് ചെയ്തേ? ഞങ്ങളുടെ നാട്ടില് ബ്യൂട്ടി പാർലർ എടുത്തിന് പുഷ്പലത ചേച്ചി. ഞാൻ ജസ്റ്റ് ഒന്ന് ബൈക്ക് ഓടിച്ച് ട്രൈ ചെയ്യാന്ന് ഓർത്ത് അങ്ങനെ ബൈക്കിൽ കയറിയതാണ് ട്ടാ. റിസു പേടിച്ചാണ് ബാക്കിലിരിക്കുന്നത്. Hồi phi, hồi phi, hồi phi. എന്തോ ഭാഗ്യം കൊണ്ട് വീണില്ല. നെക്സ്റ്റ് ചെസ് നമ്പർ 2. ഇതുപോലത്തെ വണ്ടി നീ ഓടിച്ചിട്ടുണ്ടോടാ? ബാദറിന് പറയടാ. എടാ, ഇതിന്റെ ബ്രേക്ക് എവിടെയെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ചോദിച്ചത്. അങ്ങനെ കലാപരിപാടികൾക്ക് ശേഷം ഞങ്ങൾ പാടത്തേക്ക് എത്തിയിട്ടാ. ഈ വ്യൂ ഉണ്ടല്ലോ, നല്ല അടിപൊളി വ്യൂ ആർന്നിട്ട്. ഈ മേഘമൊക്കെ കാണാൻ നല്ല രസമുണ്ടായി. നല്ല പഞ്ഞിക്കെട്ടുകൾ പോലെ ഉണ്ടായി. ആമി മിസ് ബേ വണ്ടിക്ക് പോയിട്ടാ. ഞാനും മെഹ്റം പിന്നെ നടന്നു പോയപ്പോൾ നല്ല വ്യൂ ഉണ്ടായിട്ടാ. സൂര്യനൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായി. നമ്മൾ ഈ കളർ പെൻസിൽ, ഓയിൽ പേസ്റ്റിൽസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ വരച്ചുടില്ലേ, കറക്റ്റ് അതേപോലെ തന്നെ ഉണ്ടായിട്ടാ. എന്തോ ഭാഗ്യം കൊണ്ട് ഇന്ന് വലിയ മഴക്കാറൊന്നും ഉണ്ടായില്ല കേട്ടാ. പിന്നെ കുറച്ചു നേരം ഞങ്ങൾ പാടത്തിന്റെ അവിടെ ഇവിടെയൊക്കെ നിന്ന് വായി നോക്കി, അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ തിരിച്ചു പോന്നിട്ടാ. ഈ മേഘം കണ്ട ഡിനോസർ പോലില്ലേ. പിന്നെ കുറച്ചു നേരം അതുമ്മ തന്നെയായി ഞങ്ങൾ നോക്കി നിൽക്കല്. പിന്നെ രാത്രിയായിട്ടാ. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്ന്. അപ്പൊ അത്രയൊക്കെ ഉണ്ടായിരുന്നോളൂ.